ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. സൗദി അറേബ്യയിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കുള്ള പിഴകളിൽ മാറ്റം വരുത്തി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഉത്തരവിറക്കി. ഖനനം, സമുദ്ര തൊഴിൽ, റിക്രൂട്ട്മെന്റ് തുടങ്ങിയ വിവിധ മേഖലകളെ തരംതിരിച്ചാണ് പുതിയ പിഴ ശിക്ഷകൾ നിശ്ചയിച്ചിരിക്കുന്നത്. തൊഴിൽ വിപണിയിലെ സുതാര്യത ഉറപ്പാക്കാനും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ് പുതിയ പരിഷ്കാരം ലക്ഷ്യമിടുന്നത്. സൗദി തൊഴിൽ മന്ത്രി അഹമ്മദ് അൽ റാജി ഒപ്പുവച്ച പുതിയ ഉത്തരവ് പ്രകാരം രാജ്യത്തെ തൊഴിൽ നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷാ നടപടികൾ കൂടുതൽ കർശനമാക്കി. 2025 പുറത്തിറങ്ങിയ രാജകീയ ഉത്തരവ് പ്രകാരമാണ് ഈ മാറ്റങ്ങൾ. സ്ഥാപനങ്ങളുടെ പ്രത്യേക സ്വഭാവമനുസരിച്ച് ലംഘനങ്ങളെ പ്രത്യേകം തരംതിരിച്ചു. തൊഴിൽ കരാറുകൾ കൃത്യമായി ഡിജിറ്റലായി സാക്ഷ്യപ്പെടുത്താത്ത സ്ഥാപനങ്ങൾക്ക് 10,000 റിയാൽ വരെ പിഴ ചുമത്തും. രേഖാമൂലമുള്ള കരാർ ഇല്ലാതെ തൊഴിലാളികളെ ജോലിക്ക് വെച്ചാൽ ഓരോ തൊഴിലാളിക്കും 5,000 റിയാൽ എന്ന തോതിൽ കമ്പനി പിഴ നൽകേണ്ടി വരും. ജോലി സമയം, ആഴ്ചയിലെ വിശ്രമം എന്നിവ പാലിക്കാതിരുന്നാലും അപകടകരമായ ജോലികളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നാലും 20,000 റിയാൽ വരെ പിഴ ഈടാക്കും. ലൈസൻസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റ് നടത്തുന്നവർക്ക് 25,000 റിയാലും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നവർക്ക് 15,000 റിയാലും പിഴ ലഭിക്കും. ഗാർഹിക തൊഴിലാളികൾ, കാർഷിക മേഖലയിലെ തൊഴിലാളികൾ എന്നിവർക്കും പുതിയ നിയമങ്ങൾ ബാധകമാണ്. ലംഘനങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിയാക്കാനും സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെപ്പിക്കാനും പുതിയ നിയമം അധികാരം നൽകുന്നു. ഉത്തരവ് പുറത്തിറങ്ങിയ തീയതി മുതൽ പുതിയ പിഴകൾ പ്രാബല്യത്തിൽ വന്നു. ജലീൽ കണമകലം, 24 ജിദ്ദ. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിൽ സംസാരിക്കാനാകുന്നതിൽ അഭിമാനമെന്ന് മോദി. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അഭിസംബോധനയിൽ പലസ്തീനെക്കുറിച്ചും മോദി പരാമർശിച്ചു. മോദി സുഹൃത്ത് എന്നതിലുപരി സഹോദരനെ പോലെയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. 2023 ഒക്ടോബറിലുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ ഇസ്രായേലിനെ പിന്തുണച്ചെന്നും നെതന്യാഹു. It is a privilege and an honor for me to stand before this distinguished house. India stands with Israel firmly, with full conviction in this moment and beyond. No cause can justify the murder of civilians. Nothing can justify terrorism. India has also endured the pain of terrorism for a long time. Narendra, my dear friend, these are not just words. I would almost venture to say, more than a friend. ഇസ്രായേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായ സ്പീക്കർ ഓഫ് ദ നെസെറ്റ് മെഡൽ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചു. വിവരങ്ങളുമായി മെറിൻ മേരി ചാക്കുവാണ് നമ്മോടൊപ്പം ചേരുന്നത്. മെറിൻ, എന്താണ് വിവരങ്ങൾ? എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? ശ്രീനിധി, ഇസ്രായേൽ പാർലമെന്റിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷമായിരുന്നു. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്യുന്നത്. ഈ ഊഷ്മള സ്വീകരണമാണ് മോദിക്ക് പാർലമെന്റിൽ ലഭിച്ചത്. മോദി പാർലമെന്റിലെത്തിയപ്പോൾ തന്നെ അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആദരമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് പാർലമെന്റിൽ ഉണ്ടായത്. തൊട്ടു പിന്നാലെ സംസാരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോദിയെ അടുത്ത സുഹൃത്ത് എന്നതിലുപരി സഹോദരൻ എന്നാണ് വിശേഷിപ്പിച്ചത്. മാത്രവുമല്ല, 2023 ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേൽ നൽകിയ പിന്തുണയും നെതന്യാഹു ഓർമ്മിച്ചെടുത്തു. ഇസ്രായേൽ പാർലമെന്റിൽ സംസാരിക്കാനായത് ഒരു അഭിമാന മുഹൂർത്തമെന്ന് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. മാത്രവുമല്ല, ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും അത് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. മാത്രവുമല്ല, 2023 ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിനുണ്ടായ ആ വേദന മനസ്സിലാക്കുന്നുവെന്നും ഇസ്രായേലി കുടുംബങ്ങളുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ ആ വേദനയിൽ ഇന്ത്യ ഒപ്പം നിൽക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇസ്രായേൽ പാർലമെന്റിന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള സ്പീക്കർ ഓഫ് ദ നെസറ്റ് അവാർഡ് അംഗീകാരം നൽകിയാണ് ഇസ്രായേൽ പാർലമെന്റ് പ്രധാനമന്ത്രിയെ ആദരിച്ചത്. മാത്രവുമല്ല, ഇന്ത്യയും ഇസ്രായേലും എന്ന് പറയുന്നത് വിശ്വസ്തരായിട്ടുള്ള പങ്കാളികളാണ്. അത് സഹകരണ മേഖലയിലും പ്രതിരോധം, അതുപോലെ തന്നെ വ്യാപാരമടക്കമുള്ള മേഖലകളെല്ലാം തന്നെ വിശ്വസ്തരായ പങ്കാളികളാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജൂതരെല്ലാം ഇന്ത്യയിൽ ജൂതർക്ക് അഭയം നൽകി
നൽകിയിട്ടുള്ള കാര്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർത്തെടുത്തു. 8 വർഷങ്ങൾക്ക് ശേഷമാണ് നരേന്ദ്രമോദി ഇസ്രായേലിലെത്തിയത്. നാളെയാകും സുപ്രധാനമായ കരാറുകളിൽ ഒപ്പുവയ്ക്കുക. ശരി, മെറിൻ മേരി ചാക്കുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. യുവാക്കളെ വൈകാരികമായി സ്വാധീനിച്ച് കൂടെ കൂട്ടാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നതായി മുന്നറിയിപ്പ് നൽകി UAE സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്. വസ്തുതകളെ വളച്ചൊടിച്ച് ചെറുപ്പക്കാരെ ഒപ്പം ചേർക്കാനാണ് ഇവരുടെ ശ്രമം. സംശയാസ്പദമായ ഏതെങ്കിലും പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിവരം കൈമാറണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ബോധവൽക്കരണ വീഡിയോ പങ്കുവച്ചാണ് UAE സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയത്. തീവ്രവാദ ഗ്രൂപ്പുകൾ യുവാക്കളെ സ്വാധീനിക്കാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. വൈകാരികമായി സ്വാധീനിച്ച് ചെറുപ്പക്കാരെ കൂടെ കൂട്ടാനാണ് പുതിയ പദ്ധതി. വൈകാരികമായി സ്വാധീനിക്കാൻ കഴിയുന്ന കൃത്രിമ സന്ദേശങ്ങൾ പലർക്കും ലഭിക്കുന്നു. വസ്തുതകളെ വളച്ചൊടിക്കുന്നതും ആശയങ്ങളെ തെറ്റായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം മെസ്സേജുകളിൽ വീണുപോകരുതെന്നാണ് UAE സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകുന്നത്. തീവ്രവാദ ആശയങ്ങൾ എങ്ങനെ ഒരാളിലേക്ക് അയാൾ പോലും അറിയാതെ പകരാമെന്ന് കാട്ടിത്തരുന്നതാണ് ഈ വീഡിയോ. هذا ما يصنعونه بأفواههم يريدون أن يضعون الناس أمام المدفع. لدينا خطة قضية أن تضع نفسك مسارات تريد أن نتبعها علينا. ദേശീയ സുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന് UAE സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ SST ടോൾ ഫ്രീ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും മുന്നറിയിപ്പുണ്ട്. 24 ദുബായ്. UAE ലൈസൻസ് ഇല്ലാത്ത 12 ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഏജൻസികൾ അടച്ചുപൂട്ടി. 300 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റുകൾ പ്രോത്സാഹിപ്പിച്ചതിന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്തെ 57 ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകളിലായി നടത്തിയ പരിശോധനയിലാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന 12 ഏജൻസികൾ കണ്ടെത്തിയത്. ഈ ഏജൻസികൾ അടച്ചുപൂട്ടി നിയമ നടപടികൾ സ്വീകരിച്ചു. UAE സാമ്പത്തിക വികസന വകുപ്പുമായി സഹകരിച്ച് ഇത്തരം കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയെന്നും മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. ലൈസൻസ് ഉള്ള ഏജൻസികൾ നടത്തിയ 300 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായും മന്ത്രാലയം വെളിപ്പെടുത്തി. ഈ മേഖലയിലെ നിയമലംഘനങ്ങൾക്കെതിരെ വിപുലമായ എൻഫോഴ്സ്മെന്റ് നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിയമപരമോ ഭരണപരമോ ആയ ലംഘനങ്ങൾ അനുവദിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഫീൽഡ് പരിശോധനയും ഡിജിറ്റൽ പരിശോധനയും ശക്തമാക്കും. തൊഴിലുടമകൾക്ക് റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ ഫീസ് മുഴുവനായോ ഭാഗികമായോ തിരികെ നൽകാത്തതിനാലാണ് ഭൂരിഭാഗം കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം ലൈസൻസ് ഇല്ലാതെ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് പ്രോത്സാഹിപ്പിച്ചതിന് 230 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അടച്ചുപൂട്ടിയിരുന്നു. ഗാർഹിക തൊഴിലാളി നിയമത്തിലെ വ്യക്തമായ ലംഘനമാണിതെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. 24 ദുബായ്. റിയാദിൽ പുതുതായി പ്രഖ്യാപിച്ച അതിവേഗ ട്രെയിൻ പദ്ധതി ഗതാഗത മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് റിപ്പോർട്ട്. കിങ് സൽമാൻ വിമാനത്താവളത്തിനെയും കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിനെയും വിനോദ നഗരമായ ഖിദ്യയുമായി ബന്ധിപ്പിക്കുന്നതാണ് പുതിയ റെയിൽ പദ്ധതി. റിയാദ് നഗരത്തിന്റെ വികസന കുതിപ്പിന് വേഗത കൂട്ടുന്നതാണ് റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റി പ്രഖ്യാപിച്ച പുതിയ പദ്ധതികൾ. ഖിദ്ദിയ അതിവേഗ ട്രെയിൻ യാഥാർത്ഥ്യമാകുന്നതോടെ റിയാദിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ഖിദ്ദിയയിലേക്കുള്ള ദൂരം വെറും 30 മിനിറ്റായി ചുരുങ്ങും. നിലവിൽ റോഡ് മാർഗം ഏകദേശം 2 മണിക്കൂർ വേണ്ടിവരുന്ന യാത്രയാണ് ഇതോടെ അരമണിക്കൂറിലേക്ക് ചുരുങ്ങുന്നത്. മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗതയിലായിരിക്കും ഈ ട്രെയിനുകൾ സഞ്ചരിക്കുക. കിങ് സൽമാൻ എയർപോർട്ട്, കാഫ്ഡ് എന്നിവയെ ഖിദ്ദിയയുമായി ബന്ധിപ്പിക്കുന്നതാണ് പുതിയ പാത. നഗരത്തിന്റെ പടിഞ്ഞാറൻ, തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ ജനസംഖ്യാ വർധനവിനും നഗരവികസനത്തിനും അനുസൃതമായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം റിയാദ് മെട്രോയുടെ റെഡ് ലൈൻ ദിരിയ വരെ നീട്ടാനും തീരുമാനിച്ചു. 7.1 കിലോമീറ്റർ ഭൂഗർഭ പാതയും 1.5 കിലോമീറ്ററോളം എലിവേറ്റഡ് ട്രാക്കുമാണ് ഇതിനായി നിർമ്മിക്കുക. കിങ് സൗദ് സർവകലാശാലയിലും ദിരിയയിലും പുതിയ സ്റ്റേഷനുകൾ വരും. പ്രതിദിനം 1.5 ലക്ഷത്തോളം വാഹനങ്ങൾ റോഡിൽ നിന്ന് ഒഴിവാക്കാൻ ഈ പദ്ധതികൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് വായുമലിനീകരണം കുറയ്ക്കുന്നതിനൊപ്പം സുസ്ഥിരമായ ഒരു യാത്രാ സംസ്കാരം വളർത്തുകയും ചെയ്യും. അൽ ബുജൈരി, വാദി സഫർ തുടങ്ങിയ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര ഇതോടെ കൂടുതൽ സുഗമമാകും. വിഷൻ 2030ന്റെ ഭാഗമായി റിയാദിനെ ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നാക്കി മാറ്റാനാണ് നീക്കം. 24 റിയാദ്. ഇന്ത്യ ഉൾപ്പെടെ
140 രാജ്യങ്ങളിൽ നിന്നുള്ള കോഴിയിറച്ചി, മുട്ട എന്നിവയുടെ ഇറക്കുമതിക്ക് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി വിലക്കേർപ്പെടുത്തി. ആഗോളതലത്തിൽ പടരുന്ന പക്ഷിപ്പനി ഭീഷണി കണക്കിലെടുത്താണ് മുൻകരുതൽ. സൗദി അറേബ്യയുടെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇതിനു പുറമെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഭാഗിക നിയന്ത്രണവുമുണ്ട്. എന്നാൽ ശാസ്ത്രീയമായി സംസ്കരിച്ച് വൈറസ് മുക്തമാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് നിബന്ധനകളോടെ അനുമതി നൽകും. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ജിദ്ദയിലെ ചരിത്ര കേന്ദ്രമായ അൽ ബലദിൽ മലയാളി മാധ്യമപ്രവർത്തകർ സന്ദർശനം നടത്തി. അറേബ്യൻ സ്കൈ ട്രാവൽ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച യാത്രയിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും സംഘം സന്ദർശിച്ചു. ബലദിന്റെ ചരിത്ര പ്രൗഢി ആഴത്തിൽ പഠിക്കുന്നതിന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. തീരത്താണ് അൽ ബലദ് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളുടെ ചരിത്ര കഥകൾ പറയാനുണ്ട് ഈ മണ്ണിലെ ഓരോ കല്ലിനും. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഈ വിസ്മയ കേന്ദ്രത്തിലേക്കായിരുന്നു ജിദ്ദയിലെ മലയാളി മാധ്യമ പ്രവർത്തകരുടെ യാത്ര. ചെങ്കടലിൽ നിന്ന് ശേഖരിച്ച പവിഴപ്പുറ്റുകളും ചുണ്ണാമ്പ് കല്ലും കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ കെട്ടിടങ്ങൾ ഇന്നും പ്രൗഢിയോടെ ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. ഇതിലേറ്റവും ആകർഷകമായത് റൌഷൻ എന്ന് വിളിക്കപ്പെടുന്ന മനോഹരമായ തടിജാലകങ്ങളാണ്. There was more than 600 houses are still survive. Those houses are built by coral stone and wood, and most of these components are the wood components it came from abroad, but the coral stone came from the coast of the Red Sea. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നസീഫ് ഹൌസും ഷർബത്ലി ഹൌസും അറേബ്യൻ വാസ്തുവിദ്യയുടെ വിസ്മയ കാഴ്ചകളായി ഇന്നും സന്ദർശകരെ വരവേൽക്കുന്നു. ജിദ്ദയിലെ ഏറ്റവും പഴയ മാർക്കറ്റുകളിലൊന്നായ സൂഖുൽ അറബിയും ബലദിലെ പുരാതനമായ ഇമാം ഷാഫി മസ്ജിദും ഈയിടെ ഖനനത്തിലൂടെ കണ്ടെത്തിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉസ്മാൻ ബിൻ അഫാൻ പള്ളിയും സംഘം സന്ദർശിച്ചു. പലപ്പോഴും ഷോപ്പിംഗിനും തിരക്കുകൾക്കുമിടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ ചരിത്ര ലോകം ബലദിലുണ്ട്. നമ്മള് ജിദ്ദയില് 10-20 വർഷം 10-30 വർഷമായ ആളുകളാണ്. പക്ഷെ ജിദ്ദനെ പറ്റിയിട്ട് നമ്മൾ എന്താന്നുള്ള അറിയാത്ത ആളുകളാണ്. കാരണം എന്താ പറഞ്ഞാല് നമ്മൾ കാണുന്ന ജിദ്ദ എന്ന് പറയുന്നത് ഈ ബാബ് ഷെരീഫിലെ ഗേറ്റും അതുപോലെ ബലദിലെ 2-3 ഹിസ്റ്ററിക് പ്ലേസ് ആണ്. അതിനപ്പുറത്ത് ജിദ്ദയിൽ നമ്മൾ കാണാത്തതും നമ്മൾ അറിയേണ്ടതുമായ കണ്ടമാന സ്ഥലങ്ങളുണ്ട്. പ്രശസ്ത സംഗീതജ്ഞൻ താരിഖ് അബ്ദുൽ ഹക്കീമിന്റെ പേരിലുള്ള മ്യൂസിയവും ചെങ്കടലിന്റെ ചരിത്രം വിളിച്ചോതുന്ന റെഡ്സി മ്യൂസിയവും യാത്രയിലെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. സൗദിയിലെ പ്രമുഖ ട്രാവൽ ഗ്രൂപ്പായ അറേബ്യൻ സ്കൈ ഒരുക്കിയ യാത്രയ്ക്ക് ബന്ദർ അൽ ഹർബി, നഷ്രിഫ്, അജ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജലീൽ കണ്ണമകലം, 24 ജിദ്ദ. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്കാണ്. കോഴിക്കോട് കരുവട്ടൂരിൽ CPM കോൺഗ്രസ് സംഘർഷം. കോൺഗ്രസ് ഓഫീസ് അടിച്ചു തകർത്തു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ കൂടി ചേരുന്നുണ്ട്. അജി, ഇന്ന് വൈകുന്നേരം മുതൽ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള സംഘർഷമാണ്. എന്താണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന വാർത്ത? ശ്രീനിധി, കോഴിക്കോട് ഈ കരുവട്ടൂർ കുമ്മങ്കോട് താഴത്ത് CPM കോൺഗ്രസ് സംഘർഷം കഴിഞ്ഞ ആഴ്ചയിലും സംഘർഷം ഉണ്ടായിരുന്നു. ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷവും അന്ന് നിലനിന്നിരുന്നു. ഇതിനുശേഷമാണ് ആരോഗ്യമന്ത്രിക്ക് എതിരെ ഉയർന്ന അക്രമവും മറ്റ് സംഭവവികാസങ്ങളിലും ഇവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും പ്രകടനങ്ങളും ഒക്കെ CPMന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM ഈ കുമ്മോട്ട് താഴത്തെ കോൺഗ്രസ് ഓഫീസ് അടിച്ചു തകർത്ത് കൊടിമരവും നശിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് വലിയ തലത്തിലുള്ള ഒരു സംഘർഷം ഉടലെടുത്തത്. അവിടെ CPM പ്രവർത്തകരും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി. സ്ഥലത്ത് ഇപ്പോൾ വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഏതായാലും മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി CPM ഒപ്പം തന്നെ കോൺഗ്രസ് സംഘർഷം നിലനിന്നിരുന്നു. അതിന് തുടർച്ചയായാണ് ഇന്നത്തെയും അക്രമ സംഭവങ്ങൾ ഉള്ളത്. ഏതായാലും ഈ മേഖലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ശ്രീനിധി, UAE പ്രമുഖ ധനകാര്യ സ്ഥാപനമായ അൽ അൻസാരി എക്സ്ചേഞ്ച് 60ാം വാർഷികം ഗംഭീരമായി ആഘോഷിച്ചു. ബുർജ് ഖലീഫയിൽ നടന്ന ആഘോഷത്തിൽ പ്രമുഖർ പങ്കെടുത്തു. ഉപഭോക്താക്കൾക്കുള്ള വിശ്വാസ്യതയാണ് തങ്ങളുടെ വിജയരഹസ്യമെന്ന് അൽ അൻസാരി ഫിനാൻഷ്യൽ സർവീസസ് ചെയർമാൻ മുഹമ്മദ് അലി അൽ അൻസാരി പറഞ്ഞു. അൽ അൻസാരി എക്സ്ചേഞ്ചിന്റെ വളർച്ചയുടെ കഥ പറയുന്ന ദൃശ്യങ്ങൾ ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിച്ചായിരുന്നു ആഘോഷ ചടങ്ങുകളുടെ തുടക്കം. 1966 അബുദാബിയിലെ സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് തുടങ്ങി 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വിജയയാത്ര. ബുർജ് ഖലീഫയിലെ അർമാനി ഹോട്ടലിൽ നടന്ന സുഹൂർ വിരുന്നിൽ അൽ അൻസാരി ഫിനാൻഷ്യൽ സർവീസ് ചെയർമാൻ മുഹമ്മദ് അൽ അൻസാരി
ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ഉന്നത മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും ആഘോഷത്തിന്റെ ഭാഗമായി. വിശ്വാസ്യതയാണ് തങ്ങളുടെ വിജയരഹസ്യമെന്ന് അൽ അൻസാരി ഫിനാൻഷ്യൽ സർവീസ് ചെയർമാൻ മുഹമ്മദ് അലി അൽ അൻസാരി പറഞ്ഞു. ഏറെ അഭിമാനം നിറഞ്ഞ നിമിഷമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Very proud to celebrate the 60th anniversary of the company being established. It's our Diamond Jubilee. It's a good opportunity for us to look back and appreciate the founder of the business, our father, who have really put his hard work and efforts into bringing up the business, establishing the business, and then the second generation coming in and growing it even further. So over the past 6 decades, we have been through a lot of ups and downs. But the one thing that was very consistent is the reliance on the people within the company who really stood by the company and brought it to where it is today, but also the trust of our consumers. I have quite a lot of stories from some friends and families who have mentioned that they were walking into our branches with their parents when they were children. And now they are actually walking into the branches with their children. So it's a generational journey, and we're very grateful for their trust. ഓരോ വർഷവും പുതിയ സ്കീമുകളും പ്രൊജക്റ്റുകളും അവതരിപ്പിക്കുക അൽ അൻസാരി എക്സ്ചേഞ്ചിന്റെ പ്രത്യേകതയാണ്. ഉപഭോക്താക്കൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ സ്കീമുകൾ അണിയറയിൽ തയ്യാറാണെന്നും അൽ അൻസാരി ഗ്രൂപ്പ് വ്യക്തമാക്കി. 24 ദുബായ്. റമദാനിൽ വിശുദ്ധ മക്കയിലേക്ക് ഒഴുകിയെത്തുന്നത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ. റമദാൻ 4-ാം ദിനമായ ശനിയാഴ്ച മാത്രം 9,04,000 പേർ ഉംറ നിർവഹിച്ചതായാണ് കണക്ക്. വൻ തിരക്ക് പരിഗണിച്ച് ഹജ്ജ് ഉംറ മന്ത്രാലയവും മസ്ജിദുൽ ഹറം അധികൃതരും വിപുലമായ സുരക്ഷാ സേവന ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. റമദാനിലെ പുണ്യം തേടി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വിശ്വാസികളുടെ പ്രവാഹമാണ് വിശുദ്ധ മക്കയിലേക്ക്. റമദാൻ 4-ാം ദിനമായ ശനിയാഴ്ച മാത്രം 9,04,000 തീർത്ഥാടകർ മസ്ജിദുൽ ഹറാമിൽ ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കി. ഉംറക്കല്ലാതെ മറ്റു പ്രാർത്ഥനകൾക്കും ആരാധനാകർമ്മങ്ങൾക്കുമായി എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് പുറമേയുള്ള കണക്കാണിത്. മാസത്തിന്റെ ആദ്യവാരത്തിൽ തന്നെ അനുഭവപ്പെടുന്ന ഈ വലിയ തിരക്ക് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സൂചന. തീർത്ഥാടകരുടെ ബാഹുല്യം കണക്കിലെടുത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് സൗദി ഹജ്ജുംറ മന്ത്രാലയവും ഇരു ഹറം കാര്യാലയവും സജ്ജമാക്കിയിരിക്കുന്നത്. തീർത്ഥാടകർക്ക് തടസ്സമില്ലാതെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ ക്രൌഡ് മാനേജ്മെന്റ് വിഭാഗം കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉംറയുടെ ഭാഗമായ തവാഫിനും സഅയിക്കും പ്രത്യേക പാതകൾ നിശ്ചയിച്ചതിലൂടെ തിരക്ക് കുറയ്ക്കാനും സുഗമമായ സഞ്ചാരം ഉറപ്പാക്കാനും സാധിക്കുന്നു. ശുചിത്വ പരിപാലനത്തിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പ്രത്യേക സംഘങ്ങളെയും നിയോഗിച്ചു. മസ്ജിദുൽ ഹറാമും പരിസരവും നിരന്തരം അണുവിമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾ സജീവമാണ്. ഇതുകൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കായി അവരുടെ ഭാഷകളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ വോളണ്ടിയർമാരും ഉദ്യോഗസ്ഥരും രംഗത്തുണ്ട്. 24 ജിദ്ദ. യുഎയിലെ അനാഥ കുട്ടികളുടെ ഉന്നമനത്തിനും സുരക്ഷയ്ക്കും പിന്തുണയേകുന്ന മദർ ഓഫ് ദി നേഷൻ എൻഡോമെന്റ് പദ്ധതിയിലേക്ക് 15 കോടി ദിർഹത്തിന്റെ സഹായം കൈമാറി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. 371 കോടി രൂപയുടെ സഹായമാണ് യൂസഫ് അലി കൈമാറിയത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ പ്രത്യേക താൽപര്യപ്രകാരം അബുദാബി ഔഖാഫ് നേതൃത്വം നൽകുന്ന പദ്ധതിയാണ് മദർ ഓഫ് ദി നേഷൻ എൻഡോമെന്റ് ഫോർ ഓർഫൻസ്. അനാഥരായ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം, മികച്ച ആരോഗ്യ പരിരക്ഷ, സാമൂഹിക ശാക്തീകരണം എന്നിവ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 52 വർഷമായി അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തനിക്ക് പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് MA യൂസഫ് അലി പറഞ്ഞു. യൂറോപ്പിലെ ഏറ്റവും വലിയ മലയാളി ഇഫ്താർ മീറ്റ് ബ്രിട്ടൻ KMCCയുടെ ആഭിമുഖ്യത്തിൽ ലണ്ടനിൽ സംഘടിപ്പിച്ചു. ബ്രിട്ടനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ലധികം പേർ പങ്കെടുത്തു. സമൂഹത്തിലെ ഐക്യവും സൗഹൃദവും ശക്തിപ്പെടുത്തുന്നതായിരുന്നു ഇഫ്താർ മീറ്റ്. KMCC നേതാക്കളായ ഹസീനാർ കുന്നുമ്മൽ, സഫീർ പേരാമ്പ്ര, നൌഫൽ കണ്ണൂർ, കരീം മാസ്റ്റർ വടകര എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 2020 ലോകകപ്പിൽ സിംബാബ്വെക്കെതിരായ സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യക്കായി സഞ്ജു കളിച്ചേക്കും.
മലയാളി താരത്തെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തുന്നത് ആലോചനയിലുണ്ടെന്ന് ബാറ്റിംഗ് പരിശീലകൻ സിദ്ധാൻഷു കോട്ടക് പറഞ്ഞു. ഇരു ടീമുകളും ഇന്ന് മത്സരത്തിന് മുന്നോടിയായുള്ള അവസാനഘട്ട പരിശീലനം നടത്തി. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 2 വർഷത്തിനിടെ ടീം ഇന്ത്യ കളിക്കുന്ന ഏറ്റവും സമ്മർദ്ദമേറിയ മത്സരമെന്ന് വേണമെങ്കിൽ സിംബാബ്വെക്കെതിരായ പോരാട്ടത്തെ വിശേഷിപ്പിക്കാം. കാരണം ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ലോക ചാമ്പ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ മാച്ച് തന്നെയാണ്. കാരണം ഈ മത്സരത്തിൽ തോറ്റാൽ നിലവിലെ ചാമ്പ്യന്മാർ സെമി കാണാതെ പുറത്താകുന്ന ഒരു അവസ്ഥ വരും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒറ്റ തോൽവി, ആ കനത്ത തോൽവിയോടെ പുറത്ത് ഇന്ത്യൻ ടീം ആടിയുലഞ്ഞു എന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ബാറ്റിംഗ് പരിശീലകന്റെ വാക്കുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം വലിയ രീതിയിൽ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സെലക്ഷൻ തന്നെയാണ് പാളിപ്പോയത് എന്നുള്ളത് തന്നെയാണ്. കാരണം ടോപ്പ് 3 അത് 3 ലെഫ്റ്റീസ് ആയതും അവർക്കെതിരെ കൃത്യമായി ഓഫ് സ്പിന്നർമാരെ ഉപയോഗിച്ച എതിരാളികൾ അവരെ പുറത്താക്കിയതും ഒക്കെ തന്നെ ഇന്ത്യക്ക് അതിനൊരു മറുമരുന്ന് ഇല്ലാതെ പോയി എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ കുട്ടി ക്രിക്കറ്റിലെ 1-ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മയുടെയും തിലക് വർമ്മയുടെയും ഒക്കെ തന്നെ ഫോം ഔട്ടും ഇന്ത്യക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാവുന്നുണ്ട്. ഈ ലോകകപ്പിൽ വലിയ സ്കോർ അടിച്ചെടുത്ത് വലിയ മാർജിനിൽ തന്നെ സിംബാബ്വെയെ തോൽപ്പിക്കണം. ഒപ്പം തന്നെ അടുത്ത മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ കൂടി കീഴടക്കിയാൽ മാത്രമാണ് ഇന്ത്യക്ക് സെമി സാധ്യതകൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. എന്തായാലും സിംബാബ്വെയും ചില്ലറക്കാരല്ല. പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓസ്ട്രേലിയയും ശ്രീലങ്കയും തോൽപ്പിച്ച ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എത്തുന്ന സിംബാബ്വെ ഒരുപക്ഷെ ഇന്ത്യക്കും വലിയ വെല്ലുവിളി ഉയർത്തിയേക്കാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ ടീമിൽ മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പാണ്. അത്തരം കാര്യം തന്നെയാണ് ബാറ്റിംഗ് പരിശീലകൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൽ നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സഞ്ജു സാംസൺ ടീമിലുണ്ടാകുമോ എന്ന് തന്നെയാണ്. എതിരാളികൾ ഈ ഓഫ് സ്പിന്നർമാരെ ഇറക്കിയിട്ടുള്ള ആ തന്ത്രത്തിന് മറുപടി കൊടുക്കാൻ സഞ്ജുവിനെ പോലൊരു താരത്തെ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്നാണ് വിദഗ്ധർ എല്ലാവരും പറയുന്നത്. ഒരുപക്ഷെ സഞ്ജുവിന് ടീമിലേക്കുള്ള വഴി തെളിയുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സഞ്ജു വന്നാൽ സമീപകാലത്ത് മോശം ഫോമിലാണെങ്കിൽ പോലും സഞ്ജു വന്നാൽ ഒരുപക്ഷെ എതിരാളികൾക്ക് ഒരു ഈസി ചാൻസ് കൊടുക്കാതെ ഇരിക്കാൻ ടീം ഇന്ത്യക്കാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വൈകാരികമായിരിക്കും ഈ മത്സരം. കാരണം സഞ്ജുവിൻ്റെ പുതിയ IPL ടീം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയം. അവിടേക്ക് സഞ്ജു വരുന്ന ഒരു ഹോം കമ്മിങ് എന്ന് വേണമെങ്കിൽ പറയാം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം. IPL-ന് മുന്നോടിയായി സ്വന്തം കാണികൾക്ക് മുന്നിൽ വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിനുമുള്ള ഒരു സുവർണ അവസരം കൂടിയാണ്. എന്തായാലും ഒരു ജീവൻ മരണ പോരാട്ടം, 2 ടീമുകൾക്ക് ഒരു ഡു ഓർ ഡൈ മാച്ച് ആയതുകൊണ്ട് തന്നെ നാളത്തെ പോരാട്ടം കലക്കും, ഇല്ലെങ്കിൽ അതിഗംഭീരമാകും. ഒരു ക്ലോസ് എൻകൗണ്ടർ തന്നെ ആകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീകാന്തിനൊപ്പം അനിൽ വാസുദേവ്, 24. ഗൾഫിയുടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.